ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പരിപ്പ് കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അതുണ്ടാക്കുന്ന ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ ആദ്യം പരിപ്പ് നമ്മൾ കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. അതിനാവശ്യത്തിനുള്ള മുളക് കൂടി ചേർത്ത് കൊടുത്തു. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിത് കുക്കറിലേക്ക് അടുപ്പത്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് നമ്മൾ ആവശ്യത്തിനുള്ള ഒരു കിഴങ്ങാണ് അരിഞ്ഞെടുക്കുന്നത്. തൊണ്ട കളഞ്ഞ് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ സവാള ചേർക്കുന്നുണ്ട്, പിന്നെ പച്ചമുളക്. ഇത്രയും ഇൻഗ്രീഡിയൻസാണ് നമ്മൾ ഇതിലേക്ക് വേണ്ടി എടുക്കുന്നത്. കിഴങ്ങിൽ സവോളയിലും ഉപ്പും ഇട്ട് തിരിഞ്ഞതിന് ശേഷം അടപ്പത്ത് വെച്ച് നന്നായി തിളയ്ക്കുക. തിളച്ചതിന് ശേഷം അത് വിസിലടിക്കാൻ വേണ്ടി വെച്ചു. അടുത്തതായി കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ കൂടി അരച്ച് നമ്മളെടുക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ കുറച്ച് ഉള്ളിയും വറ്റൽമുളകും മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ കിഴങ്ങ് സവാള ഇട്ട് നമ്മൾ ഒരു വിസിൽ കൂടി അടുപ്പിച്ചെടുക്കുക. പിന്നീട് നമ്മൾ ഈ വറ്റൽമുളകും ഉള്ളിയും ചതച്ചെടുത്തത് എണ്ണയിലിട്ട് കടുക് പൊട്ടിച്ച് അതുകൂടി കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഒരു അടിപൊളി ഡിഷാണ്. നമുക്ക് ചോറിന് വേറെ ഒരു കൂട്ടാനില്ലെങ്കിലും കഴിക്കാൻ പറ്റിയ ഒരു ടേസ്റ്റി കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ആരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ എന്ന പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.